ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 വനിതാ പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ച 20 GK ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യ സീരീസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ലോക്ക്ഡൗൺ ടൈം വീണ്ടും നീട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരും നിരാശപ്പെടരുത്. ഇതൊക്കെ ഒരു അവസരങ്ങളായി എടുക്കുക. വീട്ടിലിരുന്ന് ഒരുപാട് പഠിക്കുക. എല്ലാവരും ഇപ്പോൾ നല്ല പഠിത്തത്തിലാണ് എന്ന് വിചാരിച്ച് നിങ്ങളും ഒപ്പം അതിനോട് പഠിക്കുക. എക്സാം സീരീസ് വരുമ്പോൾ എല്ലാം വരിയായി ഉണ്ടാകും. അപ്പോൾ ഏതിലേലും ഒന്നിലേലും കയറി പറ്റണം. അപ്പോൾ അങ്ങനത്തെ മെത്തേഡ് തന്നെ നിരാശപ്പെടാണ്ട് പഠിച്ച് മുന്നേറുക. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്ക് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് വിജയ ബാങ്ക്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം പ്രൈവറ്റ് മേഖലയിലുള്ള ബാങ്കുകളാണ്. വിജയ ബാങ്കാണ് ദേശസാൽകൃത ബാങ്ക് ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഇതുവരെ മൊത്തം 2 പ്രാവശ്യമാണ് ബാങ്ക് ദേശസാൽക്കരണം ഉണ്ടായത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തായിരുന്നു. 1969 14 ബാങ്കുകളും 1980 മൊത്തം 6 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചത്. ഇനി ഈ വിജയ ബാങ്ക് 2018 ബാങ്ക് ഓഫ് ബറോഡയുമായി ലയിച്ചു. അപ്പോൾ അതും PSC ചോദിച്ചിട്ടുണ്ട്. വിജയ ബാങ്കും ദേന ബാങ്കും 2018 ബാങ്ക് ഓഫ് ബറോഡയിൽ ലയനം ഉണ്ടായി. വീണ്ടും 2020 ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിൽ വീണ്ടും ബാങ്ക് ലയനങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ദേശസാൽകൃത ബാങ്കുകളുടെ എണ്ണം ചോദിച്ചാൽ 12 1 ഡസൻ എന്നും ഓർക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷമാണ് 1969. KSRTC രൂപം കൊണ്ടതാണ് 1965. അപ്പോൾ അതും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചു 1969. അടുത്ത ചോദ്യം, റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിച്ചത്. ഓപ്ഷൻ സി ജർമ്മനി. അപ്പോൾ ജർമ്മനി, റൂർക്കേല, ഒഡീഷ അങ്ങനെ ഒരു ടോണിലങ്ങ് പഠിക്കുക. അപ്പോൾ റൂർക്കേല സ്ഥിതി ചെയ്യുന്നു ഒഡീഷയിൽ. ആരുടെ സഹായം? ജർമ്മനിയുടെ സഹായം. അടുത്ത ചോദ്യം, വില്ലുവണ്ടി യാത്രാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അപ്പോൾ വില്ലുവണ്ടി യാത്ര സമരം നടത്തി അയ്യങ്കാളി. വർഷവും പ്രധാനം 1893. വില്ലുവണ്ടി സമരം 1893. അടുത്ത ചോദ്യം, അമോഘ വർഷൻ്റെ കവിരാജമാർഗം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? കന്നഡ ഭാഷ. അപ്പോൾ കവിരാജൻ്റെ കായും കന്നഡയുടെ കായും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കവിരാജമാർഗം ആരുടെ കൃതിയെന്ന് തൊട്ട് മുൻപ് PSC ചോദിച്ചതേ ഉള്ളൂ. അമോഘ വർഷനാണ്. അതേത് ഭാഷ? കന്നഡ ഭാഷ. അപ്പോൾ 3 ചോദ്യങ്ങളും ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. അമോഘ വർഷൻ, കവിരാജമാർഗം, കന്നഡ ഭാഷ. അടുത്ത ചോദ്യം, കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ബസവണ്ണ. അപ്പോൾ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബസവണ്ണ. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ എന്ന പേരിൽ മഹാഭാരത കഥ പൂർണ്ണമായി ചിത്രരൂപത്തിൽ തയ്യാറാക്കി ദസ്വന്ത്. അപ്പോൾ രാസ്നാമ ചിത്രരൂപത്തിൽ പൂർണ്ണമായി തയ്യാറാക്കിയത് ദസ്വന്ത്. അടുത്ത ചോദ്യം, ചുവന്ന വെളിച്ചത്തിൽ പച്ച നിറത്തിലുള്ള ഇല ഏത് നിറത്തിലായിരിക്കും കാണപ്പെടുക? കറുത്ത നിറം ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഇല അത് ഈ ചുവന്ന വെളിച്ചത്തിൽ, അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ കറുപ്പാണ് വരേണ്ടത്. എന്നാൽ കളർ തമ്മിൽ മിക്സ് ആകുമ്പോൾ ചുവപ്പും പച്ചയും കൂടി ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മഞ്ഞ നിറമാണ്. അപ്പോൾ കളർ മിക്സിങ്ങിൽ മഞ്ഞയും അല്ലാണ്ട് ലൈറ്റോ മറ്റ് പാസ് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് നമുക്ക് കറുത്ത നിറവും ആയിരിക്കും. അതിവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ആധുനിക ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് കിരീടം നേടിയ താരമാണ്. ഓപ്ഷൻ
ഡി ആണ് സെറീന വില്യംസ്. അപ്പോൾ വീനസ് വില്യംസും സെറീന വില്യംസ് അതിൽ നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. വീനസ് വില്യംസ് വീണുപോയി, അതായത് കുറച്ചേ ഉള്ളൂ എന്ന് ഓർക്കുക. ഏറ്റവും കൂടുതൽ നേടി സെറീന വില്യംസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നു നമ്മുടെ കേരളം. അടുത്ത ചോദ്യം, ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷമാണ് 1996. അപ്പോൾ ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം 1996. അപ്പോൾ PSCയുടെ അടുത്ത ചോദ്യമാണ് ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ അത് 1098 എന്ന് ഓർക്കുക. 1098 ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിലെ കൊമക്കത്ത മാരു സംഭവവുമായി ബന്ധപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമാണ് ഗദർ പാർട്ടി. ഗദർ പാർട്ടി സ്ഥാപിച്ചു ലാല ഹർദയാൽ. വർഷം 1913. അടുത്ത ചോദ്യം, ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവാണ് മുഹമ്മദ് ഇക്ബാൽ. അപ്പോൾ പാകിസ്ഥാൻ വ്യക്തിയായ മുഹമ്മദ് ഇക്ബാലാണ് ഇൻക്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉപജ്ഞാതാവ്. 1946 നടന്ന നാവിക കലാപം ആരംഭിച്ചത് ഏത് കപ്പലിലെ നാവികരായിരുന്നു? INS തൽവാർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, തൽവാർ, അതായത് തല്ലുണ്ട് യുദ്ധമുണ്ട് എന്നോർക്കുക, തൽവാർ. അപ്പോൾ നാവിക കലാപം, അപ്പോൾ തല്ലാണ്, മൊത്തം കലാപമാണ്. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാൻ ഇങ്ങനെ ഒന്ന് പഠിക്കുക. അടുത്ത ചോദ്യം, നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിതമായ വർഷമാണ്? NSS സ്ഥാപിതമായി 1914. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു 2012 നവംബർ 1. അപ്പോൾ കേരളത്തിൽ 2012 കേരള പിറവി ദിനത്തിൽ കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന സംസ്ഥാനമാണ്? PSCയുടെ ആൻസർ പ്രകാരം പശ്ചിമ ബംഗാൾ. ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം, നമുക്കത് ഓർത്തിരിക്കാൻ, ജൂട്ട് ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു പശ്ചിമ ബംഗാൾ. അതിൻ്റെ ആസ്ഥാനമായ കൊൽക്കത്തയിൽ തന്നെയാണ് ഇതിൻ്റെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 19. അപ്പോൾ നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനം. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനമാണ് നവംബർ 19. അപ്പോൾ അന്നാണ് ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നത്. ഇനി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതാണ് ഒക്ടോബർ 31. ഒക്ടോബർ 31 ആചരിക്കുന്നു ദേശീയ പുനരർപ്പണ ദിനം. അപ്പോൾ അത് രണ്ടും മാറിപ്പോവാണ്ട് ഓർത്തിരിക്കുക. മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങളും അവരുടെ മണ്ഡലത്തിലെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് മാതൃകാ ഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സൻസദ് ആദർശ് ഗ്രാമ യോജന. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 20 ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ അറിയുക, ആൻസർ തെറ്റാണ്ട് ഓർത്തിരിക്കുക. അപ്പോൾ ചോദ്യങ്ങൾ ഒന്നുകൂടി ഒറ്റ നോട്ടത്തിൽ താഴെ പറയുന്നത്: ദേശസാൽകൃത ബാങ്ക് വിജയ ബാങ്കാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണം രൂപീകരിച്ചു 1969. റൂർക്കേല എവിടെയാണ്? ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ. വില്ലുവണ്ടി യാത്ര അയ്യങ്കാളിയാണ്. വർഷം 1893. 1893. പിന്നെയുള്ളത് കപിരാജമാർഗം എഴുതി അമോഘ വർഷനാണ്. കാഫോർ കന്നഡ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. കർണാടകയിൽ രൂപം കൊണ്ട വീരശൈവ പ്രസ്ഥാനം ബസവണ്ണ. അക്ബറിൻ്റെ ഭരണകാലത്ത് രാസ്നാമ ചിത്രരൂപത്തിൽ തയ്യാറാക്കി ദസ്വന്താണ്. ചുവന്ന വെളിച്ചത്തിൽ എന്ന് ചോദിച്ചാൽ പച്ച നിറത്തിലുള്ള കാണപ്പെടുന്നു, കറുപ്പിലാണ്. ആധുനിക ടെന്നീസിൽ ഏറ്റവും കൂടുതൽ സിംഗിൾസ് നേടിയത് വീനസ് അല്ല, സെറീന വില്യംസ് ആണ്, തെറ്റിപ്പോകരുത്. ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യം ഉപയോഗിച്ച് കേരളത്തിലാണ്. ചൈൽഡ് ലൈൻ സ്ഥാപിതമായ വർഷം 1996. നമ്പർ ഓർത്തിരിക്കുക 1098. അപ്പോൾ ആ 98 കണ്ട് ഈ വർഷം തെറ്റിപ്പോകരുത്, 96 അപ്പോൾ അതൊക്കെ തെറ്റാണ്ട് ഓർത്തിരിക്കുക. കൊമകതകം ആരു എന്ന സംഭവം ഗദ്ദർ പാർട്ടി സ്ഥാപകൻ ലാല ഹർദയാൽ. ഇൻക്ലാബ് സിന്ദാബാദ് മുഹമ്മദ് ഇക്ബാലാണ്. നാവിക കലാപം തല്ലുകൊണ്ടതാണ്, തൽവാർ, INS തൽവാർ. NSS 1914. സേവനാവകാശ നിയമം 2012. കേരള പിറവിയിൽ രൂപം കൊണ്ടു.
ഏറ്റവും കൂടുതൽ നെല്ലുല്ല ഉൽപ്പാദിപ്പിക്കുന്നത് പശ്ചിമ ബംഗാൾ. ജൂട്ട് പശ്ചിമ ബംഗാളാണ്. കൊൽക്കത്ത. ദേശീയോദ്ഗ്രഥന ദിനമായി ആചരിക്കുന്നു നവംബർ 19, ഇന്ദിരാഗാന്ധി ബർത്ത്ഡേ. ദേശീയ പുനരർപ്പണ ദിനമാണ് ഒക്ടോബർ 31, ഇന്ദിരാഗാന്ധിയുടെ മരണദിനം. പിന്നെ സൻസദ് ആദർശ് ഗ്രാമയോജന, പാർലമെന്റ് അംഗം ദത്തെടുത്ത് സംരക്ഷിക്കുന്ന ഏരിയ. അപ്പോൾ ഇത്രയുമാണ് സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും താങ്ക് യു.